കോടമഞ്ഞിലൂടെ KSRTC വെച്ച് കടന്നു വരുന്നത്. അത് സൂപ്പർ. കാണാൻ സാധിക്കാത്തതും ഭയങ്കര ആഗ്രഹമുള്ളതായിട്ടുള്ള സാധനം. പുള്ളിക്ക് തന്നെ മെലാനിസം സംഭവിച്ചിട്ട് ഇങ്ങനെ കറുപ്പായി പോകുന്നതാണ്. പുള്ളി മാനിലും വെള്ളയുണ്ട്. നമ്മൾ ശരിക്കും കാടിനെ സ്നേഹിച്ച് യാത്ര ചെയ്യുക. കാട്ടിൽ എത്ര തരം മരങ്ങളുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഹോബി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇതിനകത്തുനിന്ന് റിട്ടേൺ വളരെ കുറവാണ്. നമ്മുടെ സ്വന്തം നമുക്കൊരു സന്തോഷം, പിന്നെ നമ്മൾ എടുത്ത ഫോട്ടോസ് കാണുമ്പോൾ ഉള്ള സന്തോഷം, എല്ലാ വനങ്ങളും ഇഷ്ടമാണ്. അത് തീർച്ചയായിട്ടും പെരിയാറാണ്. ഹായ് ഹലോ നമസ്കാരം, സുനോജ് കുര്യനാണ്. അങ്ങനെ ബന്ദിപ്പൂർ വനയാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ബന്ദിപ്പൂർ മുതുമല ഫോറസ്റ്റ് റോഡിൽ കൂടെയാണ് നമ്മുടെ യാത്ര. അപ്പം അങ്ങനെ ഈ ഒരു യാത്രയിൽ ഞാൻ ഹാരിസിനോട് ഈ വൈൽഡ് ലൈഫിനെ പറ്റിയിട്ടൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കും താല്പര്യമുള്ളതായിരിക്കും. നമുക്ക് വൈൽഡ് ലൈഫിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഈ യാത്ര നമുക്ക് തുടരാം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാരിസ് അങ്ങനെ ബിടെക് കഴിഞ്ഞു. ബിടെക് കഴിഞ്ഞതിന് ശേഷം നേരെ ഫോട്ടോഗ്രാഫിയിലോട്ടെത്തി. അപ്പം ഫോട്ടോഗ്രാഫിയിൽ നിന്നും ഇപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലെത്തി നിൽക്കുന്നു. ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു ബിടെക്കിൽ നിന്നും ഈ ഒരു വൈൽഡ് ലൈഫിലോട്ട്? അത് ശരിക്കും എൻ്റെ ജോലി പോയി കഴിഞ്ഞ് ഫോട്ടോഗ്രാഫിയിലോട്ട് വന്നതാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ, അതായത് മൊബൈൽ ടവറിൻ്റെ സർവേ, അതിൻ്റെ ഇൻസ്റ്റലേഷൻ, അതിൽ ഈ റൗണ്ട് ആൻറ്റിന, മൈക്രോവേവ് ആൻറ്റിന, അതിൻ്റെ സർവേ ഇൻസ്റ്റലേഷനൊക്കെ ആയിരുന്നു. എറണാകുളമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അത് നല്ല ബൂമായി നിന്നൊരു ഫീൽഡാണ്. കുറേ പുതിയ പുതിയ കമ്പനികൾ വന്നു. അപ്പം ആ ടൈമിൽ പെട്ടെന്ന് ഈ 2G സ്പെക്ട്രം അഴിമതി ഉണ്ടായി. കമ്പനികളെല്ലാം പൂട്ടിയപ്പോഴത്തേക്ക് കുറേ പേരുടെ ജോലി പോയി. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ കമ്പനിയിലുണ്ടായിരുന്ന എല്ലാവരുടെയും തന്നെ ജോലി പോയി. അപ്പോൾ നേരെ ആ സമയത്ത് ഒരു ഫോട്ടോഗ്രാഫിയുടെ ഒരു ക്ലാസ്സിൻ്റെ ഒരു ന്യൂസ് പേപ്പറിൽ ക്ലാസ്സിൻ്റെ ഒരു അഡ്വർടൈസ്മെൻ്റ് അല്ല, അത് സീഡിറ്റിൻ്റെ ക്ലാസ്സാണ്. എറണാകുളത്ത് സ്റ്റഡി സെൻറ്റർ ഉണ്ട്. അങ്ങനെ ഞാൻ ചുമ്മാ പോയി അവിടെ അന്വേഷിച്ചു. ഒരു മാസം 8 ദിവസത്തെ ക്ലാസ് ഉള്ളൂ. ബേസിക്ക് പഠിക്കാം. അപ്പോൾ ഫോട്ടോഗ്രാഫി എനിക്ക് പണ്ട് തൊട്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരു ചെറിയ പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറ ഉണ്ടായിരുന്നു. പിന്നെ ഈ ടവറിൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ ടവറിൻ്റെ മേളിൽ കയറണം. അതായത് ഈ മൈക്രോവേവ് ആൻറ്റിന ഫിക്സ് ചെയ്യുന്ന പൊസിഷനിൽ കയറി നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കാണുന്ന വിഷ്വൽ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഡ്രോണിൽ കാണുന്ന വിഷ്വൽ, ആ ഒരു ഏരിയൽ വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വ്യൂ ആണ്. അന്ന് ഡ്രോണൊന്നും അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് അത്ര പോപ്പുലർ അല്ല. നമുക്ക് അതിൻ്റെ വിഷ്വൽസ് ഒന്നും കാണാനോ അങ്ങനെ വളരെ റെയറാണ്. പിന്നെ അപ്പോൾ ആ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ ഭയങ്കര നമുക്ക് ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് ആകും. മാത്രമല്ല നമുക്ക് മേളിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണം. ഓപ്പോസിറ്റ് ടവറിന്റെ കാണുന്ന രീതിയിലുള്ള ഫോട്ടോ എടുക്കണം. അപ്പോഴേ ഫോട്ടോഗ്രാഫി നല്ല നേരത്തെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇങ്ങനെ ജോലി പോയ സമയത്ത് അങ്ങനെ ഫോട്ടോഗ്രാഫി ക്ലാസ്സിന് ചേർന്നു. അത് കഴിഞ്ഞ് കോട്ടയം പ്രസ് ക്ലബ്ബിൽ ഫോട്ടോ ജേർണലിസം പഠിച്ചു. കോട്ടയം പ്രസ് ക്ലബ്ബിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ മെല്ലെ ഫിലിം ഫീൽഡിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ, എൻ്റെ കസിൻ ഉണ്ട് ഹാസിഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് കയറി. പിന്നെ അതിൽ ചീഫ് ടെക്നീഷ്യനായിട്ട് 4-5 പടം ഇപ്പം ചെയ്തിട്ടുണ്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യം തന്നെ വെഡിങ് അങ്ങനെയുള്ള ഫംഗ്ഷൻ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഫോട്ടോ എടുക്കുന്ന എല്ലാവർക്കും, ക്യാമറയുള്ള എല്ലാവർക്കും വൈൽഡ് ലൈഫ് ഇൻട്രസ്റ്റ് ഉള്ളവർ തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആനിമലിനെ കാണുമ്പം അതിപ്പോൾ ഒന്നും വേണ്ട, കാട്ടിൽ കയറി വേണമെന്നില്ല. ഇപ്പോൾ നമ്മൾ വീട്ടിലുള്ള പട്ടിയുടെയും പൂച്ചയുടെയും ഒക്കെ ഫോട്ടോ എടുക്കുന്നത് ക്യാമറ ഉള്ള എല്ലാവരും എടുക്കും. അപ്പോൾ മൃഗങ്ങളോടുള്ള ഇഷ്ടം കൂടെ ആകുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും നമുക്ക് കാണാൻ, അതായത് നോർമലി കാണാൻ പറ്റാത്ത മൃഗങ്ങൾ കാട്ടിലാണുള്ളത്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ യാത്രകൾ അതിന് മുന്നേ തുടങ്ങിയിട്ടുണ്ട്. യാത്രകൾ ചെയ്യുമായിരുന്നു. ഫോട്ടോഗ്രാഫി ഫീൽഡിൽ വന്നതിന് ശേഷമൊക്കെ ആണെങ്കിലും യാത്ര നന്നായിട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ കുറെ ഫ്രണ്ട്സും, അതായത് യാത്ര ചെയ്യുന്ന കുറെ ഫ്രണ്ട്സ്. പിന്നെ അതിൽ തന്നെ പറഞ്ഞാൽ അറിയുന്ന കുറെ പേരുണ്ട്, യൂട്യൂബേഴ്സ് ഉണ്ട്. ഡോട്ട് ഗ്രീൻ എന്ന് പറഞ്ഞ വൈൽഡ് ലൈഫ് യൂട്യൂബർ, നമ്മുടെ കേരളത്തിലെ വൈൽഡ് ലൈഫ് കാണുന്ന എല്ലാവർക്കും തന്നെ ഡോട്ട് ഗ്രീൻ, പീക്കോളിൻ, ന്യൂട്ടൺ വ്ലോഗ്സ്, ഇവരെല്ലാം സുഹൃത്തുക്കളാണ്. ഇവരുടെ എല്ലാവരുടെയും കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡോട്ട് ഗ്രീൻ, ബിബിനും ഞാനും വേറൊരു ജേർണീസ് ഓഫ് സനു എന്ന് പറഞ്ഞ ചാനലുണ്ട്, സനൂപ്, ഞങ്ങളൊക്കെ ക്ലാസ്മേറ്റ്സാ. ശരിക്കും +2 സ്കൂൾ മേറ്റ്സ് ആണ്, ക്ലാസ്മേറ്റ്സ് ആണ്. അപ്പൊ അങ്ങനെ ഒന്നിച്ച് അവരുമായിട്ടൊക്കെ യാത്ര തുടങ്ങി. ഞാൻ വൈൽഡ് ലൈഫിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ ബിബിനൊക്കെ ഓൾറെഡി വൈൽഡ് ലൈഫ് ചെയ്യുന്നുണ്ട്, വ്ലോഗ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ശരിക്കും സനൂപും ബിബിനുമാണ് എന്നോട് പറഞ്ഞു, നിന്റെ കയ്യിൽ ഇത്ര എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടായിട്ട് നീ എന്താ വൈൽഡ് ലൈഫ് ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യാത്തെന്ന് പറഞ്ഞു. അന്ന് വരെ ഫോട്ടോയാണ് കൂടുതൽ എടുത്തോണ്ടിരുന്നത് വൈൽഡ് ലൈഫിൽ. പിന്നെ വീഡിയോയും കൂടെ എടുക്കാൻ തുടങ്ങി, ഫോട്ടോയും വീഡിയോയും. പിന്നെ യൂട്യൂബ്
ട്രാവൽ വീഡിയോസ് നേരത്തെ ചെയ്യുന്നുണ്ടായിരുന്നു, ആ കൂടെ വൈൽഡ് ലൈഫ് വീഡിയോസും ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4-5 വർഷം ആയിട്ടുണ്ടോ? ചാനല് 2021 4 വർഷം 4-5 വർഷം ഏകദേശം. നമ്മൾ ഒരേ സമയത്തൊക്കെ തുടങ്ങുന്നെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ആദ്യത്തെ വീഡിയോകളൊക്കെ കണ്ടപ്പോഴത്തേനും ആദ്യം എനിക്ക് തോന്നുന്നു ഒരു സൈക്ലിംഗ് ആണ് തുടങ്ങിയത്, പിന്നെയാണ് ഇത് മാറി മാറി മാറി. അതെ, ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണക്കാരെന്ന് പറയുന്നത് എന്റെ കൂടെ പ്രസ് ക്ലബ്ബിൽ പഠിച്ച ഒരു ലിജോ ഉണ്ട്, പിന്നെ ഒരു അനന്തും ഉണ്ട്. ഇവരെന്നെ വീട്ടിലൊരു ദിവസം കാണാൻ വന്നപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ അപ്പോൾ ഗോപ്രോ ഇരിപ്പുണ്ട്, എഡിറ്റ് ചെയ്യാൻ ലാപ്ടോപ്പ് ഉണ്ട്, സൈക്ലിംഗ് ഓൾറെഡി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവര് എങ്കിൽ പിന്നെ ഇത് വീഡിയോ ചെയ്തൂടെ, യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങിയിട്ട് ഒരു വ്ളോഗായിട്ട് സ്റ്റാർട്ട് ചെയ്തൂടെ. പിറ്റേ ദിവസം തുടങ്ങിയ പരിപാടിയാ. ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് ടെർമിനലിലോട്ട് സൈക്കിള് ചവിട്ടിപ്പോയി. ഹാരിസിനെ പറ്റി പറയുമ്പോൾ 2 കാര്യങ്ങൾ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ 2G സ്പെക്ട്രം അഴിമതി മൂലം ഗുണമുണ്ടായ ഒരാളെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വേറൊന്നുമല്ല, ആൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വൈൽഡ് ലൈഫിലോട്ട് എത്താൻ സാധിച്ചു. അന്ന് 2G സ്പെക്ട്രം അഴിമതി ഉണ്ടായില്ലായിരുന്നു ഒരു പക്ഷേ ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ തന്നെ നിന്നു പോകേണ്ട ആളാണ്. രണ്ടാമത്തെ കേസ്, എക്യുപ്മെന്റ്സ് എല്ലാം കയ്യിലുണ്ടായിട്ടും പണിയായുധങ്ങൾ കയ്യിലുണ്ടായിട്ടും വേറൊരാൾ പറഞ്ഞ് അറിയേണ്ടി വന്നു ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങാനല്ലേ. അത് ശരിക്കും പറഞ്ഞാല് ഇങ്ങനെയുള്ള, അതായത് വൈൽഡ് ലൈഫ് സഫാരികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പാക്കേജുകൾ സംഭവങ്ങളെ കുറിച്ച് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല. പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, ഇപ്പം വൈൽഡ് ലൈഫിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ മറ്റേ NNS മാഷിന്റെ അങ്ങനത്തെ, പിന്നെ യാത്രാ മാഗസിൻ, അതിൽ എല്ലാം വായിക്കാൻ പറ്റുന്ന എല്ലാം വായിക്കാറുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അതിനെക്കുറിച്ച് പിന്നെ അങ്ങനെ ബോധർ ചെയ്യാറില്ല. അങ്ങനെ പോകണമെന്ന് തോന്നാറുണ്ട്, അത് വായിക്കുമ്പോൾ തോന്നും, പിന്നെ അത് വിടും. അപ്പൊ ഇങ്ങനെ പോകുന്ന ഒരാളെ കിട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ അതിനകത്ത് ഇൻട്രസ്റ്റ് കാണിച്ച് അങ്ങ് പോകാൻ തുടങ്ങി. അതെ അതെ, ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പുള്ളിയെ ഹാരിസിനെ കണ്ടുമുട്ടിയതിന് ശേഷം പിന്നെ എനിക്ക് ഇതിനകത്തോട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഏകദേശം 1 വർഷം മുന്നേ ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അതും വളരെ അവിചാരിതമായിട്ട്. ഇന്നിപ്പോ എന്റെ കയ്യിലിരിക്കുന്ന ഈ ലെൻസ് വാങ്ങാൻ പോയപ്പം അവിചാരിതമായി കണ്ടുമുട്ടുകയും ഹാരിസ് ആ ലെൻസ് എനിക്ക് നോക്കിയെല്ലാം എന്നോട്, ഞാൻ അതേ ഷോപ്പിൽ ഒരു ആവശ്യത്തിന് പോയതാണ്. അപ്പം എന്നോട് ചോദിച്ചു ഫോട്ടോഗ്രാഫർ ആണോ എന്ന് ചേട്ടൻ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ലെൻസ് ഒന്ന് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാമോ എന്ന് ചോദിച്ചു. അങ്ങനെ തുടങ്ങിയ ബന്ധമാണ്. അതായത് എനിക്ക് 1 വർഷം മുന്നേ വരെ ഫോട്ടോഗ്രാഫിയെ പറ്റി ഒരു ജസ്റ്റ് ബേസിക് ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും കാര്യമായിട്ടൊന്നും അറിയത്തില്ലെങ്കിലും പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഹാരിസിന്റെ സെലക്ഷനിലാണ് ഈ ലെൻസ് നമ്മൾ എടുത്തത്. പിന്നെ ഈ ലെൻസ്, ഞാൻ ഒരു കാര്യം പറയും, ഈ ലെൻസ് അന്ന് ശരിക്കും നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയല്ലേ ഉള്ളൂ. ശരിക്കും വൈൽഡ് ലൈഫിൽ യൂസ് ചെയ്ത് നോക്കിയത് ഇന്നലെ ഇന്നുമാണ് ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കിയത്. പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ഒന്ന് അതിന്റെ റേഞ്ചാണ് 60-600. പിന്നെ സിഗ്മ മോശമല്ലാത്ത ബ്രാൻഡാണ്. പിന്നെ ഞാൻ ഫംഗ്ഷന് യൂസ് ചെയ്യുന്ന ഒരു സിഗ്മയുടെ 85mm ലെൻസ് ഉണ്ട്, നല്ല റിസൾട്ട് കിട്ടുന്ന ലെൻസാണ്. പിന്നെ ഞാൻ ഇത് ക്യാനോൺ മൗണ്ട് ലെൻസാണ്. ഇതേ മൗണ്ട് സോണി ക്യാമറയിൽ എൻ്റെ ക്യാമറയിൽ ഇട്ട് നോക്കി, വിത്ത് സിഗ്മ അഡാപ്റ്റർ ഉണ്ടായിരുന്നു. ആ സെയിം ബ്രാൻഡ് അഡാപ്റ്റർ ആയതുകൊണ്ടാണോ ആണോന്നറിയില്ല, നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്, ഫോക്കസിങ്ങിനൊന്നും പ്രശ്നമില്ല. വേറെ ബ്രാൻഡുകളുടെ സാധാരണ അഡാപ്റ്റർ ഇട്ട് യൂസ് ചെയ്യുമ്പം വീഡിയോയിൽ ഫോക്കസിങ് നമുക്ക് ട്രാക്കിംഗ് കിട്ടാറില്ല. പക്ഷെ ഇതിന് ഇന്നലെ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ട്രാക്കിംഗ് ഉണ്ട്, നല്ല റിസൾട്ടും ഉണ്ട്. ആകെപ്പാടെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൈക്ക് നല്ല ബലം വേണം ഈ ലെൻസ് കൊണ്ട് നടക്കണം. വെയിറ്റ് ഒരു ഫാക്റ്റ് ആണ്. ഏകദേശം ഒരു 2-2.5 കിലോ അടുത്ത് തൂക്കം വരുന്നുണ്ട് ഈ ഒരു ലെൻസിന്. പക്ഷേ ട്രൈപോഡിലൊക്കെ വെച്ച് നന്നായിട്ട് എടുക്കാം. പിന്നെ ഈ ഹാൻഡ് ഹെൽഡ് ആയിട്ട് എടുക്കാൻ, സ്റ്റിൽസ് നമുക്ക് എങ്ങനെ എടുക്കാം, വീഡിയോസ് എടുക്കാൻ അത്ര ഈസി അല്ല. അപ്പൊ പിന്നെ ഹാരിസേ, നമ്മുടെ ഫസ്റ്റ് വൈൽഡ് ലൈഫ് ഹാരിസ് എന്നായിരുന്നു പോയത്? അത് അന്ന് ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ഞാൻ വൈൽഡ് ലൈഫ് ഒരു സഫാരിക്ക് പോകുന്നത് കബനി, നാഗർഹോള ടൈഗർ റിസർവിലാണ്. അന്ന് എന്റെ കൂട്ടത്തിലുണ്ടായിരുന്നത് സനൂപാണ്, ജേർണീസ് ഓഫ് സനൂപ്. അപ്പം ഞങ്ങള് വയനാട് ഒരിടത്ത് ഞങ്ങൾ +2 പഠിച്ച കുറച്ച് പേരുടെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ കബനി പോയി. 2 സഫാരി ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ പിന്നെ അവിടെ ഫസ്റ്റ് സഫാരിയിൽ ആന ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ആന നമ്മൾ സാധാരണ കാണുന്ന സാധനങ്ങൾ, സ്പോട്ടഡ് ഡിയർ, ലങ്കൂർ, ആന, മയിൽ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പിറ്റേ ദിവസം മോർണിംഗ് സഫാരിയിൽ ഒരു ടൈഗറിന്റെ സൈറ്റിംഗ്, ഒരു സെമി അഡൽട്ട് ടൈഗറിന്റെ സൈറ്റിംഗ്, ജസ്റ്റ് ഒരു 30 സെക്കൻഡ്. അതായത് ഒരു ടൈഗറിനെ കണ്ടു, അത്രേ ഉള്ളൂ. നമുക്കൊരു ഡോക്യുമെന്റ് ആയിട്ട് കിട്ടി. ഫോട്ടോ ഒരു 3 ഫോട്ടോ എനിക്ക് കിട്ടി. അതായത് നല്ല ഡിസ്റ്റൻസിൽ ഇങ്ങനെ നടന്നു പോവായിരുന്നു, അത്ര മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ കാണാൻ പറ്റി. അതായത് നല്ല ഫോട്ടോ ഒന്നും കിട്ടിയില്ല, വീഡിയോ കിട്ടിയില്ല, പക്ഷെ കണ്ടു എന്നുള്ളൊരു ഫീല് കിട്ടുമല്ലോ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ സനൂപ് UAE വർക്ക് ചെയ്യുന്നത്. അവൻ 1 മാസം ലീവ് കഴിഞ്ഞാൽ പിന്നെ 1 മാസം അവിടെ ജോലി, പിന്നെ 1 മാസം അടുത്ത മാസം ലീവ്. അപ്പം ഇങ്ങനെ ഈ വരുന്ന എന്തായാലും ഒരു 2 മാസത്തിലല്ല 3 മാസത്തിലൊരിക്കലും ഞങ്ങൾ കബനി
പോകാറുണ്ട്. അത് ശരി. അപ്പൊ അങ്ങനെ മിനിമം 2 സഫാരി എടുക്കും, 2 അല്ലെങ്കിൽ 3 സഫാരി എടുക്കും. അപ്പൊ കബനിയെ പറ്റി പറയുമ്പോഴത്തേന് ഹാരിസിന്റെ വീട് കണ്ണൂരാണ്. പ്രോപ്പർ അവിടെ പോകാൻ അടുത്താണ്. അപ്പോൾ പിന്നെ സനൂപിന്റെ വീട് കണ്ണൂർ തന്നെ. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഒരു 3 hours ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റും. അപ്പം അങ്ങനെയായിരുന്നു ആദ്യത്തെ ഒരു വൈൽഡ് ലൈഫ്. അതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ആദ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ തവണ ഏറ്റവും നല്ലൊരു ടൈഗർ സൈറ്റിംഗ് കിട്ടിയതും കബനിയിൽ നിന്ന് തന്നെയാണ്. അത് ജൂലൈ മാസത്തിലായിരുന്നു. അത് പിന്നെ അന്നും മഴയുണ്ട്, പക്ഷെ ഇപ്പോഴത്തെ പോലെ ഏകദേശം എത്ര വർഷം മുന്നേ ആയിരുന്നായിരിക്കും? 3 വർഷമായിരുന്നു തോന്നുന്നു. അപ്പം ഹാരിസൻ ഈ ഒരു 3 വർഷം കൊണ്ട് എന്തുമാത്രം വൈൽഡ് ലൈഫ് യാത്രകൾ ചെയ്തിട്ടുണ്ട് ഒരു ഐഡിയ ഉണ്ടോ? എണ്ണം അല്ല, ഏതൊക്കെ സ്ഥലങ്ങൾ പറയാൻ പറ്റും. കാര്യം എന്ന് വെച്ചാല് നമ്മൾ ഏറ്റവും അടുത്ത് പോകുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കബനി, ബന്ദിപ്പൂര്. പിന്നെ കേരളത്തിൽ നമുക്ക് 2 ടൈഗർ റിസർവ് ഉണ്ട്, പെരിയാറ്, പറമ്പിക്കുളം. പിന്നെ മുത്തങ്ങ ഫോറസ്റ്റ്, പിന്നെ തോൽപ്പെട്ടി. അവിടെയൊക്കെ ജീപ്പ് സഫാരി അവൈലബിൾ ആണ്. വയനാട്, ഇടുക്കി എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെ ഫോറസ്റ്റ് ഉള്ള സ്ഥലങ്ങളാണ്. നമുക്ക് ചുമ്മാ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. തിരുനെല്ലി, തോൽപ്പെട്ടി റൂട്ടൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ. പിന്നെ അല്ലാതെ നമ്മൾ പർപ്പസ്ഫുള്ളി ഇങ്ങനെ ഒരു വൈൽഡ് ലൈഫ് ട്രിപ്പ്, അതായത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് നിതിൻ, വാണ്ടർലെസ് സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട് നിതിന്. ഞങ്ങൾ രണ്ടുപേരും കൂടെ വൈൽഡ് ലൈഫ് ട്രിപ്പുകൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കേരളത്തിലെ വൈൽഡ് ലൈഫ് ചെയ്യുന്ന യൂട്യൂബേഴ്സിനൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മളിപ്പോ തന്നെ ഒരു 4-5 ചാനലിന്റെ പേര് പറഞ്ഞു. അതൊക്കെ ഓർത്ത് വെച്ചോ. കയറി കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി വൈൽഡ് ലൈഫ് വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. അതിൽ തന്നെ എനിക്കൊക്കെ വളരെ ഇഷ്ടമുള്ള 2 ചാനലുകളാണ്. ഒന്ന് നമ്മുടെ ഡോട്ട് ഗ്രീനും, 2 നമ്മുടെ പിക്കുളൻ വൈബ്. നല്ല പിക്കുളൻ വൈബിന്റെ ഒക്കെ സ്റ്റോറി ടെല്ലിങ്ങിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ എന്നൊന്നും അല്ല, അതിന് ഒരു നല്ല പ്രത്യേക രീതിയിലാണ് ആള് കഥ പറഞ്ഞ് ഈ ഒരു വൈൽഡ് ലൈഫിനെ അവതരിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ കയറി കാണാം. കൂടത്തെ ഹാരിസിന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക, വൈൽഡ് ലൈഫ് വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. ഹാരിസിന്റെ ഈ വനയാത്രകളിൽ ഹാരിസിനെ ഏറ്റവും പേടിപ്പിച്ചിട്ട് ഉള്ള ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കും. പേടിപ്പിച്ചിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാല് തേക്കടിയില് ട്രക്കിങ്ങിന് 2 തവണ. ഒരു തവണ ഒരു ആനക്കൂട്ടത്തിനെ ഞങ്ങൾ ദൂരേന്ന് കണ്ടു. അപ്പൊ ആനയും കരടി ഒറ്റ ഫ്രെയിമിൽ കിട്ടി നമുക്ക്. അതായത് കരടി ഇറങ്ങി വരുന്നു, ആന ഈ കരടിയുടെ അടുത്തോട്ട് ചാർജ് ചെയ്ത് ഓടിക്കുന്നു, ഒച്ച ഉണ്ടാക്കുന്നു, കരടി ഓടി കയറിപ്പോയി. കിട്ടുന്ന സംഭവങ്ങളാണ്. കരടി കയറിപ്പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറെ നേരം അവിടെ നിന്ന് ആനയെ ഷൂട്ട് ചെയ്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആനയ്ക്ക് മനസ്സിലായി. അതായത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 100 മീറ്ററോളം ഡിസ്റ്റൻസിലാണ് ഉള്ളത്. നല്ല ഡിസ്റ്റൻസിൽ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ ആനയ്ക്ക് മനസ്സിലായി. അത് സ്മെല്ലടിച്ചിട്ടുണ്ടാവും. ശബ്ദമൊന്നുമില്ല, എല്ലാവരും സൈലന്റ് ആണ്. സ്മെല്ല് തന്നെയാണ്. സ്മെല്ലടിച്ച് മനുഷ്യന്റെ സ്മെല്ല് അതിന് കിട്ടി. അതിന് മനസ്സിലായി. അത് മെല്ലെ ചാർജ് ചെയ്തിങ്ങ് വന്നു. ആദ്യം ഒന്ന് സൗണ്ട് ഉണ്ടാക്കും, വാല് പൊക്കി ചെവി ഇങ്ങനെ നിവർത്തി പിടിച്ചു, മെല്ലെ 2-3 സ്റ്റെപ്പ് വെച്ച് വന്നു. ഞങ്ങൾ അപ്പോഴത്തേക്ക് മെല്ലെ പുറകോട്ടങ്ങ് മാറി. അത് പേടി തോന്നുമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അങ്ങനെ ഒരു ആന ചാർജ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പേടി തോന്നും. പക്ഷെ നമ്മുടെ ഗാർഡുമാർ പറഞ്ഞു സൗണ്ട് ഉണ്ടാക്കണ്ട, നമുക്ക് പുറകോട്ട് മാറിയാൽ മതി. പിന്നെ ആനയ്ക്കും പേടി കൊണ്ടാണ് ചാർജ് ചെയ്യുന്നത്. മാറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് മാറിപ്പോകും. പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് ഇവിടെ തന്നെ പെരിയാറ് തന്നെ, അതും വള്ളക്കടവിൽ ഒരു ജംഗിൾ ക്യാമ്പ് എന്ന് പറഞ്ഞൊരു ക്യാമ്പിംഗ് പ്രോഗ്രാം ഉണ്ട്. അവിടുന്ന് ട്രക്കിങ്ങിന് പോകുന്ന മാനമുട്ടി മല എന്ന് പറഞ്ഞ മലയിലോട്ടാണ്. അങ്ങോട്ടേക്ക് പോയപ്പോഴും ഇതുപോലെ തന്നെ അത് ഈ പുല്ലിങ്ങനെ വളർന്നു നിൽക്കുക. അപ്പോൾ ഈ പുല്ലിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് നിങ്ങൾ സൗണ്ടൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ അറിയത്തില്ല. അപ്പോൾ അവിടെ കുറച്ചിങ്ങനെ നടന്നു ചെല്ലുമ്പോൾ പെട്ടെന്ന് ഒരു ഗാർഡും 2 പേരും ഫ്രണ്ടിലുണ്ട്, BFO ഫ്രണ്ടിലുണ്ട്, വേറൊരു ഗാർഡും ഞങ്ങൾ 2 പേരും ബാക്കിലാണ്. ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. ഇങ്ങനെ നടന്ന് അവിടെ പോയി കുറച്ചു നേരം ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ പുല്ലിന്റെ ഇടയ്ക്ക് നിന്ന് പെട്ടെന്ന് ഒരു സൗണ്ട്. അപ്പൊ തന്നെ BFO വന്നു. BFO കറക്റ്റ് ആ സെൻട്രൽ പോർഷനിൽ നിന്നിട്ട് ഞങ്ങളെ ആദ്യം അപ്പുറത്ത് കൊണ്ടുപോയി. ഞങ്ങളപ്പോൾ എന്നിട്ട് അപ്പുറേ പോയി ക്യാമറയൊക്കെ വെച്ച് കുറെ നേരം വെയിറ്റ് ചെയ്തു. എന്താണെന്ന് അറിയില്ല. പക്ഷെ കുറെ നേരം കഴിഞ്ഞപ്പോൾ ഒരു വൈൽഡ് ബോർ കാട്ടി തന്നെയായിരുന്നു. അതിനകത്തുനിന്ന് അതിനെന്തോ ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ടോ, വയ്യാഴി അങ്ങനെ എന്തോ ഉണ്ട്. അത് കിടക്കും അവിടെ. ആ പൊസിഷനിൽ നിന്ന് മാറുന്നില്ല. ഇടയ്ക്ക് തലയൊക്കെ അനക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ അതായത് നമ്മളിപ്പം എന്തെങ്കിലും ഒരു സാധനത്തിനെ കണ്ടിട്ട് അത് നമ്മുടെ നേരെ വരുവാണെങ്കിൽ നമുക്ക് അറിയാം അതിങ്ങനെ വരുന്നുണ്ട്, മാറണം. ഇത് പെട്ടെന്ന് കാണാതെ ചെന്ന് പെടുമ്പോഴാണ് നമ്മൾ പേടിക്കുന്നത്. മെയിൻലി നമ്മൾ കാട്ടിൽ പോകുമ്പോൾ നമ്മളെ ആരാണോ ഗൈഡ് ചെയ്ത് കൊണ്ടുവന്നത് അവര് പറയുന്നതിന്റെ അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒന്നും ചെയ്യരുത്. അതെ 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 അതെ. അവര് വർഷങ്ങളോളം, ഒരുപക്ഷെ ചെറുപ്പം തൊട്ട് കാടിനെ അറിയാവുന്നവരാണ്. കൂടുതലും ട്രൈബ്സ് ഒക്കെ ആയിരിക്കും. അതെ, കൂടുതലും. പിന്നെ നമ്മുടെ പെരിയാറിലാണെങ്കിലും ആ
കാടുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളാണ്. പറമ്പിക്കുളം ആണെങ്കിലും അത് തന്നെ. കാര്യം അവർക്ക് പ്രാക്ടിക്കലി കാടിനെ അറിയാം, ചെറുപ്പത്തിൽ തൊട്ടേ കണ്ടു വളരുന്ന കാടാണ്. അപ്പൊ അങ്ങനെ ഒന്നും വായിക്കണ്ട. പല വീഡിയോക്കകത്തും കാണിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ നോളജ് എന്ന് പറഞ്ഞാൽ കാടിനെ കുറിച്ചും മൃഗങ്ങളെ കുറിച്ചും പക്ഷികളെ കുറിച്ചും ഒക്കെ ഉള്ളത് നമുക്ക് അതിന്റെ ഒരു 10% പോലും ഇല്ല എന്നുള്ള സത്യം. അവര് ഓരോ സാധനത്തിന്റെയും ഡീറ്റെയിൽ ഒക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അങ്ങനെ നമ്മൾ ബന്ദിപ്പൂരിനോട് വിട പറഞ്ഞ് ബന്ദിപ്പൂരിന്റെ ചെക്ക് പോസ്റ്റ് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. കർണാടകയുടെ ഇറങ്ങുക ഗേറ്റ് കഴിഞ്ഞു. കർണാടകയുടെ ഗേറ്റ് കഴിഞ്ഞു നമ്മൾ തമിഴ്നാടിന്റെ മുതുമലയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നീൽഗിരി ഡിസ്ട്രിക്റ്റിലോട്ടാണ് നമ്മൾ കയറുന്നത്. ഇതുകൊണ്ട് വെൽക്കം ടു തമിഴ്നാട് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ യാത്രക്കിടയിൽ നമ്മൾ അങ്ങനെ സംസാരിച്ച് ബന്ദിപ്പൂർ കഴിഞ്ഞു അറിഞ്ഞില്ല. നേരെ നമ്മളത് നീലഗിരി ഡിസ്ട്രിക്റ്റിലോട്ട് തമിഴ്നാട്. ഇനിയിപ്പോൾ നമ്മളെ മുതുമല ഫോറസ്റ്റ് റൂട്ടിൽ കൂടെയാണ് ഇനി നമ്മുടെ യാത്ര. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും പേയ്മെന്റ് കൊടുക്കണോ? ഇവിടെ എനിക്ക് 30 രൂപ എൻട്രൻസ്. ഇങ്ങോട്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും പൈസ കൊടുക്കണം. ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളൊരു 30 dirhams എൻട്രി ഫീസ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എൻട്രി ഫീസ് രൂപയാണ്. 30 രൂപ എൻട്രി ഫീസ് കൊടുത്തിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. അങ്ങനെ നമ്മുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മളെ പെട്ടെന്ന് കടത്തി വിട്ടു കേട്ടോ. കാരണം എവിടെ നിന്ന് വരുന്നു ചോദിച്ചു. അപ്പോൾ JLR ബന്ദിപ്പൂർ കഴിഞ്ഞിട്ട് വരികയാണെന്ന് അപ്പൊ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. നമ്മളിവിടെ കാട് പൊള്യൂട്ട് ചെയ്യാൻ വരുന്നതല്ല എന്നുള്ളത്. ഈ നീലഗിരി ഡിസ്ട്രിക്റ്റിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇവര് ഭയങ്കരമായിട്ട് വേസ്റ്റ് മാനേജ്മെന്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്ന. 1 ലിറ്റർ 2 ലിറ്റർ ഒന്നും വെള്ളത്തിന്റെ ബോട്ടിലൊന്നും കിട്ടൂല, 5 ലിറ്റേഴ്സ് മാത്രം. അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ആണെങ്കിൽ ക്യാൻ മാത്രമേ ഉള്ളൂ. മെറ്റൽ ക്യാൻ. പ്ലാസ്റ്റിക് ബോട്ടിൽസ് അലൗഡ് അല്ല. നമ്മൾ ഈ ഒരു ഫോറസ്റ്റ് റൂട്ടിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ വ്യൂവേഴ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കും. അതായത് ഫോറസ്റ്റിന്റെ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ് പ്രധാന കാര്യം. ഇപ്പൊ നമ്മൾ വണ്ടി പോവാണെങ്കിൽ നമ്മൾ ആനിമൽസിനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നിർത്തും. വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല, ഫോട്ടോഗ്രാഫി പാടില്ല, പാർക്കിംഗ് പാടില്ല എന്നൊക്കെ ബോർഡുണ്ട്. ഫോട്ടോഗ്രാഫി പാടില്ല എന്ന് പറഞ്ഞാൽ വണ്ടി നിർത്തി പുറത്തിറങ്ങിയിട്ടുള്ള ഫോട്ടോഗ്രാഫി. നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ആനിമലിനെ കണ്ട എല്ലാവരും സ്റ്റോപ്പ് ചെയ്യും. പ്രത്യേകിച്ച് ആന അങ്ങനെ എന്തിനെ കണ്ടാലും ഒന്ന് നിർത്തും. നമ്മൾ ഫോണിലോ ക്യാമറയിലോ ഒക്കെ ഫോട്ടോ എടുക്കാറുണ്ട്. അത് ആനിമൽസിനും ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ഈ ആനിമൽസിനെ കൊണ്ട് മറ്റുള്ളവർക്കും നമുക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്. ഇപ്പൊ ആനയൊക്കെ ആണെങ്കിൽ റോഡിന്റെ വളരെ അടുത്താണ് നമ്മളൊരു സേഫ് ഡിസ്റ്റൻസിൽ നിർത്തുക. ഹോൺ അടിക്കാൻ പാടില്ല, ലൈറ്റ് ബ്ലിങ്ക് ചെയ്യാൻ പാടില്ല, അതിനെ പ്രൊവോക്ക് ചെയ്യരുത്, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. റോഡിലൂടെ പോകുമ്പോൾ പ്രധാനമായിട്ടും ആന, അതുപോലെ പിന്നെ കാട്ടിയൊക്കെ ആണെങ്കിലും ചിലതൊക്കെ ഇങ്ങനെ ഓട്ടോ ഒക്കെ പൊക്കി എറിയുന്ന വീഡിയോ ഒക്കെ നമ്മൾ പലതും കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ആക്സിഡന്റലി ചെന്ന് പെടുന്നതായിരിക്കും. ചിലപ്പോൾ ഒരു വളവിലാണെങ്കിൽ നമ്മൾ അറിയില്ല. അപ്പൊ അതിന് നമ്മളും പേടിച്ചു. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് കാട്ടില് ഏറ്റവും സ്പീഡ് കുറച്ച് എങ്ങനെ പോകാവോ അങ്ങനെ ഡ്രൈവ് ചെയ്യുക. നമുക്കിപ്പോ ഒരു വളവിന്റെ അപ്പുറത്താണ് ആന നിൽക്കുന്നതെങ്കിൽ നമുക്ക് നിർത്താനുള്ളൊരു ഗ്യാപ്പ് കിട്ടണം. ആ ഒരു കാൽക്കുലേഷൻ നമുക്ക് എപ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാണ്. പിന്നെ നമ്മൾ ട്രെക്കിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ഗൈഡുകൾ അല്ലെ കൂട്ടത്തിലുള്ള ഫോറസ്റ്റിന്റെ ആളുകൾ പറയുന്നതിന് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അവര് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാറ്റിന്റെ ഗതിയൊക്കെ അനുസരിച്ചാണ് നമ്മളെ ഓരോ റൂട്ടിൽ കൊണ്ടുപോകുന്നത്. ആനിമൽസിന് സ്മെല്ല് പെട്ടെന്ന് കിട്ടും, നമ്മുടെ സ്മെല്ല് കിട്ടും. അതുപോലെ നമ്മുടെ ഫുഡ് സ്റ്റെപ്പ് പോലും ആനയ്ക്കൊക്കെ മനസ്സിലാവുന്നാണ് പറയുന്നത്. സൗണ്ട് അത് നമ്മൾ നടക്കുന്നതിലുണ്ടാകുന്ന ഫുഡ് സ്റ്റെപ്പിന്റെ ഒരു വൈബ്രേഷനും ഇപ്പൊ ഒരു മാൻ നടക്കുമ്പോൾ ഉണ്ടാകുന്നതും ആനയ്ക്ക് അത് മനസ്സിലാവും. അത് ഫെമിലിയർ അല്ലാത്തൊരു സാധനം അവർ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. അപ്പം കാറ്റിന്റെ ഗതി അനുസരിച്ച് ഇപ്പൊ കാറ്റ് എങ്ങോട്ടാണോ ആ ഡയറക്ഷനൊക്കെ നോക്കിയിട്ടാണ് നമ്മളെ ട്രക്കിങ്ങിനെ കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ അവര് ചെയ്യുമ്പം നമ്മള് അവര് പറയുന്ന രീതിയിൽ തന്നെ അവരുടെ ഒപ്പം നടക്കുക, അവര് പറയുന്ന പിന്നെ കാര്യങ്ങൾ അനുസരിക്കുക. പിന്നെ ട്രക്കിങ്ങിനൊക്കെ പോകുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് യൂസ് ചെയ്യേണ്ട ഡ്രസ്സിന്റെ കളേഴ്സ്. പെർഫ്യൂം യൂസ് ചെയ്യാൻ പാടില്ല, ഇണങ്ങി നിൽക്കുന്ന. അതെ, പെർഫ്യൂം ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യമാണ്. മറ്റേ സൺസ്ക്രീനിന്റെ ക്രീം ഒക്കെ ഇട്ടാൽ പോലും നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞാൽ മണം കിട്ടത്തില്ല. പക്ഷെ അത് നമ്മുടെ മൂക്ക് അങ്ങനെ ഇതാവുന്നതുകൊണ്ടാണ്. പക്ഷെ ഈ ആനിമൽസിന് ഇത് വളരെ ദൂരത്തു നിന്നൊക്കെ ഈ സ്മെല്ല് പിടിക്കാൻ പറ്റും. ആനിമലിനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ആനിമലിനെ കണ്ടു കഴിഞ്ഞാലും അവരൊരു സേഫ് ഡിസ്റ്റൻസിൽ നിർത്തിയേ നമ്മളെ കാണിക്കുള്ളൂ. അവിടെ വന്ന് നമുക്ക് കാണാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, എല്ലാം പറ്റും. ആ ഒരു സമയം, ഏകദേശം ഒരു സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്യേണ്ട സമയം കഴിയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് പോവുകയും ചെയ്യും. പിന്നെ കൂടുതൽ അടുത്തടുത്തടുത്ത് കാണണമെന്ന് ഉള്ള ആഗ്രഹം ഒരിക്കലും പാടില്ല.
അത് നമ്മളെ ഡേഞ്ചറസിലോട്ട് നമ്മളെ ഡേഞ്ചറിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ആനിമൽസിന് അത് ശല്യമാണ്. അതെ. നമ്മുടെ വീട്ടില് ഒരാൾ വന്ന് ഗേറ്റിന്റെ അവിടെ വന്ന് ഇങ്ങനെ നോക്കിയിട്ട് പോകുന്നു, വീട്ടിനകത്തോട്ട് വന്ന് കയറി നോക്കിയിട്ട് പോകുന്നു, തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അവരുടെ സ്ഥലമാണ്. അതിഥി മര്യാദ നമ്മൾ കാണിക്കണം. പാലിച്ചാൽ ആദിത്യ മര്യാദ അവർ പാലിച്ചോളും. മിക്കവാറും എല്ലാ ഫോറസ്റ്റിന്റെ സ്റ്റാർട്ടിങ്ങിലല്ല എൻഡിങ്ങിൽ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഉണ്ടാവും. അവിടെ നമുക്ക് വേസ്റ്റ് ബിന്ന് എല്ലായിടത്തും ഉണ്ട്. എന്തെങ്കിലും സാധനം നമുക്ക് കളയണം എന്നുണ്ടെങ്കിൽ വണ്ടിക്കകത്ത് വെച്ചിട്ട് അവിടെ കളയാം, ഇല്ല നമുക്ക് പോകുന്ന എവിടെ ആണെങ്കിലും ഡിസ്പോസ് ചെയ്യാം, നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി വേണം ഡിസ്പോസ് ചെയ്യാം. ഇത് വഴിയിൽ കളയുക എന്നുള്ളൊരു ശീലം നമ്മള് അത് മാറ്റേണ്ടതാണ്. അത് ശരിക്കും എന്റെ വേസ്റ്റ് എന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും പൊതുസ്ഥലത്ത് അത് ഇവിടെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇവിടെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ കുറെ നിയമങ്ങൾ ശക്തമാണ്. വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ആരും അത് ചെയ്യത്തില്ല. പിന്നെ മെയിനായിട്ട് കാട്ടില് ട്രാവൽ ചെയ്യുമ്പോൾ ഹോൺ ഉപയോഗിക്കാതിരിക്കുക. എത്ര വലിയ വളവാണെന്ന് വെച്ചാലും നമ്മള് സ്പീഡ് വളരെ കുറവാണെങ്കിൽ നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്യാം. ഓപ്പോസിറ്റ് വണ്ടി വന്നാലും നമുക്ക് വണ്ടി നിർത്താൻ പറ്റും. അപ്പം ഹോൺ അടിക്കാതിരിക്കുക. ഹോണിന്റെ ശബ്ദവും സ്മെല്ലുമാണ് ആനിമൽസ് കൂടുതൽ ക്യാപ്ചർ ചെയ്യുന്നത് കാഴ്ചയെക്കാളിലും. ഇപ്പൊ ആനയ്ക്കൊക്കെ എന്ന് പറഞ്ഞാല് 30 തൊട്ട് 50 മീറ്റർ വരെയൊക്കെ കാഴ്ചയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതും ഒരു മങ്ങിയ കാഴ്ചയാണ് അത് കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പം സ്മെല്ല്, സൗണ്ട് ഇതൊക്കെ പെട്ടെന്ന് അവർക്ക് കിട്ടും. മുതുമല ടൈഗർ റിസർവിലൂടെയാണ് ഈ പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പം എത്തിപ്പെട്ട് നിൽക്കുന്നത് മുതുമല ടൈഗർ റിസർവിൻ്റെ എൻട്രിയാണ്. ഇവിടെ നിന്നാണ് മുതുമലയിലെ സഫാരികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കാണുന്ന ഈ കെട്ടിടങ്ങളൊക്കെയാണ് മുതുമല ടൈഗർ റിസർവിൻ്റെ ഓഫീസുകളും ടിക്കറ്റ് കൗണ്ടറുകളും ഒക്കെ. ഈ ഒരു ഇത് കണ്ടോ, ബോർഡ് കണ്ടോ, മസിനഗുഡി വഴി ഊട്ടിക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത്. മുതുമല ടൈഗർ റിസർവിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഈ ഒരു റോഡ് പോകുന്നത്. നമ്മൾ മസിനഗുഡി വഴി ഊട്ടി എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, വളരെ ഫേമസ് ആണ്. ആ ഒരു റോഡ്, ഇവിടെ നിന്നാണ് ആ ഒരു റോഡ് തുടങ്ങുന്നത്. ഇങ്ങനെ കണ്ടോ, ആ ഒരു സൺറൂഫിൻ്റെ മേളിൽ ആളിരുന്ന് പോകുന്ന ഒരു വാഹനം പോകുന്ന റൂട്ട് കണ്ടോ, ആ റൂട്ടിൽ കൂടെ പോയാൽ ഈ റൂട്ടിലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമുക്ക് ഊട്ടിയിലെത്താൻ സാധിക്കും. അപ്പോൾ ഈ കാണുന്ന ഒരു ഏരിയയാണ് മുതുമല ടൈഗർ റിസർവിൻ്റെ ഓഫീസും ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെയുള്ള ഒരു ഏരിയ. അപ്പം അങ്ങനെ ഈ യാത്രകളിൽ വളരെ റെയറായിട്ട് കാണാൻ പറ്റുന്ന ഏതെങ്കിലും ആനിമൽസിനെയൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടോ? റെയറായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ മെയിൻലി ബേർഡ്സ് ആണ്. ബേർഡ്സ് പലതും നമുക്ക്, അതായത് കാണപ്പെട്ടിട്ടില്ലാത്ത ഏരിയയിൽ കാണുന്ന കുറെ ബേർഡ്സുകളുണ്ട്. നമ്മുടെ മലബാർ പൈഡ് ഹോൺബിൽ എന്ന് പറയുന്ന പാണ്ടൻ വേഴാമ്പല്, അത് കണ്ണൂർ എൻ്റെ വീടിന്റെ പുറകില് ഒരു ദിവസം എനിക്ക് കുളിക്കാൻ പോയ വഴി കണ്ടു. അവിടെ ഈ ഗ്രേ ഹോൺബിൽ, അതായത് കോഴി വേഴാമ്പലിനെ അതിന് മുന്നേ കണ്ടിട്ടുണ്ട്, ഇതിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അത് വീടിന്റെ പുറകിൽ തന്നെ കിട്ടിയത്. പിന്നെ നമ്മൾ യാത്രകളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ചില ഏരിയയിൽ മാത്രം എൻഡമിക് സ്പീഷീസുകളുണ്ട്. ഫ്ലെയിം ത്രോട്ടഡ് ബുൾബുൾ എന്ന് പറഞ്ഞിട്ട് ഒരു ബുൾബുൾ ഉണ്ട്, ഗോവയുടെ സ്റ്റേറ്റ് ബേഡാ. അത് തട്ടക്കാട് നിന്നാണ് കണ്ടിട്ടുള്ളത്. അത് ആ ഒരു ഏരിയയിലൊക്കെ കോമൺ ആണ്, പക്ഷെ മറ്റെവിടെ ഇല്ല. വെസ്റ്റേൺ ഗട്ട്സിൽ ഉള്ള എൻഡമിക് സ്പീഷീസ് ആണ് അത്. പിന്നെ പലയിടത്തും റയറായിട്ടേ സൈറ്റിംഗ് കിട്ടാറുള്ളതിന്റെ. പിന്നെ ഇത്തവണ സുന്ദർബൻ പോയപ്പോ അവിടെ മാത്രമുള്ളൊരു ബഫി ഫിഷ് ഔൾ എന്ന് പറഞ്ഞിട്ടൊരു മൂങ്ങയുണ്ട്, അതിനെ കാണാൻ പറ്റി. അത് അവിടെ ഒരു, പിന്നെ സുന്ദർബനില് നമ്മൾ ബോട്ടിലാണ് സഫാരി. അപ്പൊ ഈ ബോട്ടിൽ പോയിട്ടൊരു മരത്തിന്റെ മേളില് ആ ഭാഗത്ത് എവിടെ അതിന്റെ കൂടുണ്ട്. അപ്പൊ ഈ കൂടിനോട് ചേർന്നിട്ട് ഒരു മരത്തേല് ഇത് ഇരിക്കുന്നത് കാണാൻ പറ്റിയിട്ടുണ്ട്. നമ്മളുടെ ഇപ്പൊ ഈ സൗത്ത് ഇന്ത്യൻ കാടുകളിലൊക്കെ ധാരാളം യാത്ര ഇപ്പൊ തന്നെ ചെയ്തിട്ടുണ്ടല്ലോ, അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഉള്ളതിൽ വെച്ച് ഇതുവരെ കാണാൻ സാധിക്കാത്ത ഒരു മൃഗം തന്നെയാണ്. കാണാൻ സാധിക്കാത്തതും ഭയങ്കര ആഗ്രഹമുള്ളതായിട്ടുള്ള സാധനം കരിമ്പുലിയ. അത് സംഗതി ഇവിടെ ഉണ്ട്. അത് നമ്മുടെ നാഗർഹോള ടൈഗർ റിസർവില് ഉണ്ട്. കഴിഞ്ഞ വർഷം 2 or 3 തവണ സൈറ്റിംഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ നാനാച്ചിന്ന് HD കോട്ടയ്ക്ക് വരുന്ന റോഡിൽ വരെ ഇതിന്റെ സൈറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഫേമസ് ആയിട്ടുള്ള സായ എന്ന് പറഞ്ഞൊരു മെയിൽ ഉണ്ടായിരുന്നു, അതിനേക്കാണ് കഴിഞ്ഞ വർഷം അവിടെ സൈറ്റിംഗ് കിട്ടിയിരിക്കുന്നവർക്ക്. അതിന് ഭയങ്കര ആഗ്രഹമാണ്. അതെന്റെ മാത്രമല്ല, വൈൽഡ് ലൈഫ് ചെയ്യുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ്. ശരിക്കും ബ്ലാക്ക് പാന്തർ അല്ല, ബ്ലാക്ക് ലെപ്പേർഡ് ആണ്. ബ്ലാക്ക് പാന്തർ എന്ന് പറയുന്നത്, പാന്തർ ശരിക്കും വേറൊരു ഫാമിലി പെട്ട മൃഗങ്ങൾ തന്നെയാണ്. നമ്മുടെ ഇവിടെ ഇല്ല. പിന്നെ കരിമ്പുലിയാണ്. അതായത് ശരിക്കും അവരുടെ മെലാനിസം വന്നിട്ട് ഇതിന്റെ ശരിക്കും ശ്രദ്ധിച്ചറിയാം, ഇതിന്റെ മേത്ത് പാടുകളുണ്ട്. ഈ പുലിക്കുള്ള പോലെ മാർക്കിങ്സ്, ഈ റോസറ്റ് മാർക്കിങ്സ് അതിന്റെ ശരീരത്തുണ്ട്. അത് ഫുള്ള് ബ്ലാക്കില.
വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയ അല്ലെ ഫോട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ അത് വിസിബിൾ ആവൂ. ബ്ലാക്കിന്റെ ചെറിയ വേരിയേഷനിൽ ഈ പാടുകളുണ്ട് അതിന്റെ മേത്ത്. ഈ ഒരു പുള്ളിപ്പുലിക്ക് തന്നെ ഉണ്ടാവുന്ന ഒരു അതെ 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 പുള്ളിപ്പുലിക്ക് തന്നെ മെലാനിസം സംഭവിച്ചിട്ട് ഇങ്ങനെ കറുപ്പായി പോകുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ ഞാൻ നമ്മുടെ നസീർ ഭായിയുടെ ബുക്കുകളിലൊക്കെ വായിച്ചിട്ടുണ്ട് വെള്ളക്കാട്ടുപോത്ത്, വൈൽഡ് ഗോർ. ഈ വൈൽഡ് ഗോറിന്റെ വെളുത്ത നിറമുള്ള സാധനം അത് നമുക്കിവിടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചിന്നാറില. അതെ അതെ, എനിക്ക് തോന്നുന്നു ഈ നസീർ ഭായിക്ക് ചിന്നാർ ഭാഗത്ത് എവിടെയാണ് അവിടെ നിന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ പുള്ളിമാനിലും ഉണ്ട് വെള്ള. പുള്ളിമാനിലും വെള്ളയുണ്ട്. അത് ഈ അടുത്ത് വയനാട് എന്തോ അതിന്റെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനെ കംപ്ലീറ്റ് വെള്ളം എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഈ നമ്മൾ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് കണ്ട മാനുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് വളരെ ലൈറ്റ് കളറ്, അതിന്റെ ഏറ്റവും ലൈറ്റ് കളറിലുള്ള ഒരെണ്ണത്തിന് ജിം കോർബറ്റ് എന്നാണ് കണ്ടിരിക്കുന്നത്. അത് ശരി. അപ്പം ഈ ഹാരിസ് ജിം കോർബറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് ഞാൻ വേറൊരു കാര്യം പറയാം. ഹാരിസ് ഇങ്ങനെയുള്ള ട്രിപ്പുകൾ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഈ നോർത്ത് ഇന്ത്യൻ ട്രിപ്പുകൾ, ഈവൻ സൗത്ത് ഇന്ത്യൻ ട്രിപ്പുകൾ, ഫോറസ്റ്റ് സഫാരികൾ കുറെ ഹാരിസിന്റെ ഫ്രണ്ടും കൂടെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതുപോലെ ഫോറസ്റ്റ് സഫാരികൾക്ക് ഇപ്പം നോർത്ത് ഇന്ത്യയിലോ സൗത്ത് ഇന്ത്യയിലോ എവിടെയെങ്കിലും ഒക്കെ പോകാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഹാരിസിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹാരിസ് അത് നിങ്ങൾക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്ത് നിങ്ങളുടെ കൂടെ വന്ന് എല്ലാം കാണിച്ച് തിരിച്ച് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഹാരിസിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഹാരിസ് അതെല്ലാം അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ഹാരിസ്, ഇപ്പം നമ്മൾ അവിചാരിതമായി കണ്ടുമുട്ടി ലെൻസൊക്കെ എടുത്തു, ഇങ്ങനെ നമ്മളൊരു ട്രിപ്പ് വന്നു. അപ്പോൾ അടുത്ത എൻ്റെ ഒരു ചോദ്യം, എന്നെ പോലെ വളരെയധികം ആൾക്കാരുണ്ടാവും ഇതുപോലെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരല്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് വീഡിയോഗ്രാഫർ ആകണമെന്ന് ആഗ്രഹമുള്ളവരോട് ഹാരിസിന് എന്താണ് പറയാനുള്ളത്? ഞാൻ അത്ര വലിയ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഒന്നുമല്ല, പക്ഷെ എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയാം. നമ്മൾ ശരിക്കും കാടിനെ സ്നേഹിച്ച് യാത്ര ചെയ്യുക. പിന്നെ ക്യാമറ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുന്ന സാധനങ്ങൾ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ഡിവൈസ് മാത്രമാണ്. അതിൽ നമ്മളാണ് ആദ്യം ശരിക്ക് കാണേണ്ടത്. നമ്മൾ കാണുക, അതിനെ നമ്മൾ പകർത്തിയെടുക്കുക. അപ്പൊ അത് പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ വളരെ അധികം അറിയപ്പെടുന്ന ഒരു കാടിലൂടെയൊക്കെ ഒത്തിരിയധികം യാത്ര ചെയ്തിട്ടുള്ള വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുള്ള ബുക്കുകളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് നമ്മുടെ നസീർ ഭായ്. ആളുടെ ബുക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ആള് ആദ്യം കാടുകളിലൂടെ വെറുതെ യാത്ര ചെയ്യുക മാത്രമാണ് ചെയ്തത്. അതൊക്കെ അതിനൊക്കെ ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഫോട്ടോ എടുക്കാൻ ക്യാമറ വാങ്ങുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യം. അപ്പം ഇത് പറയുന്ന പോലെ ആദ്യം നമ്മൾ കാടിനെ മനസ്സിലാക്കണം അല്ലെ? കാടിനെ നമ്മൾ സ്നേഹിക്കുക, കാടിനെ മനസ്സിലാക്കുക. കാടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതെ. ഇപ്പം നമ്മൾ ശരിക്കും കാട്ടിലെ മൃഗങ്ങളെ മാത്രമാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നതും കാണുന്നതും എല്ലാം. കാട്ടിൽ എത്ര തരം മരങ്ങളുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും. അത് ഈ നമ്മളിപ്പോ കാണുന്ന കൂടുതൽ കാട് നമ്മുടെ ഇവിടുത്തെ ഫോറസ്റ്റിലൊക്കെയുള്ള മരുതി, അത് തന്നെ മരുതെന്ന് പറയുന്ന സാധനം 10ലധികം വെറൈറ്റീസ് നമ്മുടെ ഫോറസ്റ്റുകളിൽ ഉണ്ടെന്നാണ് ഒരു ഫോറസ്റ്റിലൊരു ഗൈഡ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. അത് ഓരോന്നിന്റെ പൂക്കൾ വ്യത്യസ്തമാണ്, മരത്തിന്റെ തടിയുടെ തൊലി വ്യത്യസ്തമാണ്. അങ്ങനെ കാട് ശരിക്കും പഠിക്കാൻ ഒരുപാടുള്ള നേച്ചറാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കാനുണ്ട്. പിന്നെ പുതിയതായിട്ട് ഒരാൾ അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പേരിപ്പം പിന്നെ കാട്ടിലോട്ട് വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് വണ്ടിയിലുണ്ടായിരുന്ന ഒരാള്, അവർ ഒരുപാട് ഫോറസ്റ്റുകളിൽ ജിം കോർബറ്റ് അവിടെ ഇവിടെ എല്ലാം പോയിട്ടുള്ള ആളുകളാ. പുള്ളിയുടെ ക്യാമറ ഇല്ല. ശരിക്കും ഞാൻ അത് ശ്രദ്ധിച്ചു. അവരുടെ ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു ബൈനോക്കുലർ മാത്രമാണ്. അവര് വളരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. മൂവ്മെന്റും അനക്കവും കാണുമ്പോൾ അവര് ഡ്രൈവറോട് പറയുന്നുണ്ടായിരുന്നു. അവര് എന്റെ അടുത്ത് സജഷൻ ചോദിച്ചു ഏത് ക്യാമറ മേടിക്കണം. അപ്പൊ ഞാൻ ഒരു ബ്രാൻഡിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്ത് പറയില്ല, കാര്യം ഓരോരുത്തർക്കും ഓരോന്ന് ഇഷ്ടപ്പെടും. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുത്തു, ഇന്ന ലെൻസുകൾ അല്ലെ ഈ ഒരു റേഞ്ചിലുള്ള ലെൻസുകൾ വേണം, ഏതൊരു ടൈപ്പ് എത്ര വരെ, അതായത് നമുക്ക് ക്യാമറയുടെ വിലയും ഇതുമൊക്കെ കൂടുന്നതിനനുസരിച്ച് നമുക്ക് അങ്ങനെ നമുക്ക് എത്ര രൂപ മുടക്കാൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ട്, നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ടെന്നുള്ളതാണ്. അപ്പം അവര് ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ക്യാമറ ഇല്ലാതെ ക്യാമറ കയ്യിൽ വെച്ചിട്ട് യാത്ര ചെയ്യുന്നുണ്ട് കാടുകളിലൂടെ, ഇപ്പോഴും ഉണ്ട്. അപ്പം അവര് ഇതുവരെയുള്ള ഒരു യാത്രയിലും ക്യാമറ കൊണ്ടുപോയിട്ടില്ല, ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല. അവർ ഇവിടെ നിന്ന് ഇനി നേരെ പോകുന്നത് കബനിയിലോട്ടാണ്. എല്ലാം പോയ ആൾക്കാരാണ്. അപ്പൊ അത് ശരിക്കും അതൊക്കെ അവരിപ്പോ ഒരു ഹസ്ബൻഡും വൈഫും. അതെ, അവര്
ക്യാമറ മേടിച്ചു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും ഫോട്ടോ എടുക്കാൻ പറ്റും. കാര്യം അവർക്ക് കാടിനെ ഇപ്പം മനസ്സിലായി, ആനിമൽസിന്റെ ബിഹേവിയർ മനസ്സിലായി, എല്ലാം അറിയാൻ പറ്റും. അവര് നമ്മൾ ഇന്ന് ആ സഫാരിയിൽ ഒരു ആന ദൂരത്ത് നിന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് നോക്കിയപ്പോഴത്തേക്ക് അവര് പറഞ്ഞു ചാർജ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞു. അത് ഒബ്സർവേഷൻ ആണ്. നമ്മൾ ശരിക്കും ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതെ അതെ അതെ. പിന്നെ പുതിയതായിട്ട് വരുന്നവര് നമ്മൾ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഫോട്ടോഗ്രാഫിയിലോട്ടൊക്കെ ഇറങ്ങുമ്പം നമ്മളത് ഇതിനകത്തു നിന്നുള്ള ഒരു റിട്ടേൺ എന്ന് പറയുന്നത് നമ്മളെ ഒരു ഹോബി എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇതിനകത്തുനിന്ന് റിട്ടേൺ വളരെ കുറവാണ്. ചെലവ് മാത്രം. അതെ, വിലയാണ്. പിന്നെ നമ്മളിപ്പോ ഒരു യൂട്യൂബ് ചാനൽ ഒക്കെ തുടങ്ങി അതിൽ നിന്നൊരു ഇൻകം എന്നൊക്കെ പറയുന്നത് ടൈം എടുക്കുന്ന കാര്യമാണ്. കിട്ടണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. അതെ, നമ്മള് മുടക്കുന്നതിന്റെ ഒരു ഹാരിസ് ആണെങ്കിൽ പോലും തുടങ്ങി വന്നിട്ട് വലിയ സബ്സ്ക്രൈബർ ഒന്നും ആയിട്ടില്ലല്ലോ. ഇല്ലില്ല. അത് പിന്നെ അത് നമ്മൾ ഓരോ യാത്രയ്ക്കും മുടക്കുന്ന പൈസയും നമുക്ക് റിട്ടേൺ വരുന്ന പൈസയും നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും. നമ്മൾ മുടക്കുന്നത് തന്നെയാണ് എപ്പോഴും കൂടുതൽ. അത് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഒരുപാട് പൈസ നമ്മൾ അതിനകത്തോട്ട് ഇപ്പം ലോൺ എടുത്തൊക്കെ ക്യാമറയും ലെൻസും മേടിച്ച് വൈൽഡ് ലൈഫ് ലെയറോട്ട് ഇറങ്ങാനൊന്നും ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. കാര്യം നമ്മളത് പിന്നെ അതിനകത്തു നിന്നുള്ള ഒരു റിട്ടേൺ എന്ന് പറയുന്നത് കുറവാണ്. പിന്നെ കിട്ടുന്ന മനസ്സിനൊരു സന്തോഷം. അതെ, നമ്മുടെ സ്വന്തം നമുക്കൊരു സന്തോഷം, പിന്നെ നമ്മൾ എടുത്ത ഫോട്ടോസ് കാണുമ്പോൾ ഉള്ള സന്തോഷം. പിന്നെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ആദ്യം നമ്മൾ വലിയ ക്യാമറ ലെൻസും ഒക്കെ പോയി മേടിക്കാതെ പിന്നെ നമുക്ക് സെക്കൻഡ് ഹാൻഡ് വാങ്ങിയാലും മതി. അതാകുമ്പം നമുക്ക് മുടക്കുന്ന പൈസ വളരെ കുറവ് മതി. ഒരുപാട് ഓപ്ഷൻസ് അവൈലബിളും ആണ്. ഇനിയിപ്പം ഇത് നമുക്ക് പറ്റുന്ന പണി എല്ലാം തോന്നിയ ഈ വലിയ നഷ്ടം വരാതെ കൊടുക്കാം. പിന്നെ നമുക്ക് ഓരോ യാത്രകളിലും നമുക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് നമ്മുടെ കുറവുകൾ, എന്തൊക്കെയാണ് ക്യാമറയുടെ കുറവുകൾ. അതൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. ഹാരിസ് ശരിക്കും നോർത്ത് ഇന്ത്യൻ ഫോറസ്റ്റുകളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്, സൗത്ത് ഇന്ത്യൻ ഫോറസ്റ്റുകളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ യാത്രകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വനം ഏതായിരുന്നു? അപ്പം അതിനുള്ള ഒരു കാരണവും കൂടി ഒന്ന് പറയണം. എല്ലാ വനങ്ങളും ഇഷ്ടമാണ്, പക്ഷെ നമുക്ക് ഏറ്റവും താല്പര്യം തോന്നുമല്ലോ, അത് തീർച്ചയായിട്ടും പെരിയാറാണ്. കാര്യം അത് എനിക്ക് തോന്നുന്ന ഒരു റീസൺ എന്താന്ന് വെച്ചാല് പെരിയാറിൽ നമ്മൾ നടന്ന് ഉള്ളിൽ കൂടെ പോകുന്നതുകൊണ്ട് നമ്മൾ കുറെ കൂടെ കാടിനെ മനസ്സിലാക്കുന്നുണ്ട്. അവിടുത്തെ ഒരു ക്ലൈമറ്റും അറ്റ്മോസ്ഫിയറും ആളുകളുടെ ഇടപെടൽ, പ്രത്യേകിച്ച് അവിടുത്തെ വാച്ചർമാര്, ഗൈഡുമാര് എല്ലാരും ഭയങ്കര നമുക്ക് എന്താ പറയാ ഭയങ്കര സാറ്റിസ്ഫാക്ടറി ആണ്. അവിടെയുള്ള ആളുകള് നല്ല പരിചയമാണ്. ഇപ്പൊ എല്ലാരെയും സ്ഥിരമായിട്ട് പോയിപ്പോ എല്ലാരെയും നല്ല പരിചയമാണ്. പിന്നെ എല്ലാ കാടുകളും നമുക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. പിന്നെ ഓരോ കാടും വ്യത്യസ്തമാണ്. ഇപ്പം ഗീർ ഫോറസ്റ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ വലിയ മരങ്ങളൊക്കെ വളരെ കുറവാണ്. ഗുജറാത്തിലെ ഗീർ ഫോറസ്റ്റ്, സിംഹങ്ങളുള്ള കാട്. നമ്മുടെ ഇവിടത്തെ പോലത്തെ വൻമരങ്ങളില്ല അവിടെ, വളരെ കുറവാണ്. പിന്നെ രന്തംബൂർ ടൈഗർ റിസർവിൽ പോയി കഴിഞ്ഞാൽ വേനൽ സമയത്താണ് പോകുന്നതെങ്കിൽ നമ്മൾ മരുഭൂമി പോലെ മരങ്ങളെല്ലാം ഉണങ്ങിക്കിടക്കും. പുല്ല് വരെ, ഈവൻ ഒരു പച്ചയുടെ അംശം നമുക്ക് എവിടെയും കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഓരോ ഫോറസ്റ്റും ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഈ സുന്ദർബൻസ് പോയതാണെങ്കിലും അത് ഉപ്പുവെള്ളം നിറഞ്ഞ ഒരു ഭാഗമാണ്. അവിടെ ചില ഉള്ള ഏരിയയിൽ ചിലയിടത്ത് മാത്രമാണ് നല്ല ഫ്രഷ് വാട്ടർ ഉള്ളത്. അപ്പൊ അതിനോടനുബന്ധിച്ച് ആനിമൽസ് ഉണ്ടാവും. ഉപ്പുള്ള ആനിമൽസ് കുടിക്കത്തില്ല, ഫ്രഷ് വാട്ടർ ആണ് അവർക്ക് കുടിക്കാൻ വേണ്ടത്. അപ്പം മാനുകളൊക്കെ അതിന്റെ അടുത്തുള്ള പുൽത്തകിടിയിലൊക്കെ തന്നെ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇവിടെ കാണാത്ത തരം ബേർഡ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ മുതുമല ഫോറസ്റ്റ് റോഡിനോട് വിട പറയുകയാണ് കേട്ടോ. ഇത് നമ്മുടെ മുതുമല ഫോറസ്റ്റ് റോഡിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുകയാണ്. താങ്ക് യു, വിസിറ്റ് അഗൈൻ എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇറങ്ങി നമ്മൾ ഗൂഡല്ലൂർ ടൗണിലോട്ട് കയറും. ഗൂഡല്ലൂർ ടൗൺ കയറും. പിന്നെ നമ്മൾ നാടുകാണി, നമുക്ക് നാടുകാണി ചുരവും കൂടെ ഉള്ള ഒരു ഫോറസ്റ്റ്. പിന്നെ അത് കേരളത്തിലെ ഫോറസ്റ്റ്. അതെ. അപ്പോൾ നമ്മൾ കർണാടക ഫോറസ്റ്റ് കഴിഞ്ഞു, ഇപ്പൊ തമിഴ്നാട് ഫോറസ്റ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. മുതുമല ഫോറസ്റ്റ് കഴിഞ്ഞു, ഇപ്പൊ തമിഴ്നാട് ഫോറസ്റ്റും കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് കേരള ഫോറസ്റ്റ്, നാടുകാണി ചുരം, 3 സംസ്ഥാനത്തിന്റെ ഫോറസ്റ്റ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നുണ്ട്. അതായത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ ഏതാണ്ട് ഒരു 2-3 മണിക്കൂറുകൾക്കുള്ളിൽ 3 സംസ്ഥാനത്തിന്റെയും ഫോറസ്റ്റിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നേരെ ഗൂഡല്ലൂർ ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളിവിടെ വരുമ്പോൾ തന്നെ ആൾക്കാർ പഴുത്ത മാങ്ങയൊക്കെ പൂളിയൊക്കെ നിൽക്കുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ റെയിൻകോട്ടോ പിടിച്ച് നല്ല മഴയായിരുന്നു തോന്നുന്നു ഇവിടെ അല്ലേ. അവക്കാടോ നിപ്പുണ്ട്. അപ്പൊ നമുക്ക് അവക്കാടോ മേടിച്ചോണ്ട് പോകണം കേട്ടോ, മറക്കരുത്. തേയില മേടിക്കണോ? തേയില നോക്കാൻ വേണമെങ്കിൽ നമ്മള് നാടുകാണി ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ധാരാളം മുളകൾ പൂത്ത് നിൽക്കുന്നത് കാണാം. ഇതിനു മുന്നേ ഒരു 2 വർഷം മുന്നേ അട്ടപ്പാടി കൂടെ ഉള്ള വീഡിയോസ് ഒക്കെ ചെയ്തപ്പോൾ ഈ മുള പൂത്ത് നിൽക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു.
ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറേ പേർക്കെങ്കിലുമൊക്കെ അറിയാം, മുളയുടെ ഒരു ലൈഫ് തീരാറാകുന്ന സമയത്താണ് ഈ മുള പൂക്കുന്നത്. അപ്പോൾ ഈ പൂക്കുന്നതോടുകൂടി നല്ലൊരു ട്രാൻസ്പോർട്ട് കയറുമെന്നല്ലേ. ഇങ്ങനെ ഈ ഒരു മുള പൂക്കുന്നതോടുകൂടി മുളയുടെ ലൈഫ് തീരുകയാണ്. പിന്നെ ഇത് ഉണങ്ങിപ്പോവും. ഇതുണ്ട്, ഇതൊക്കെ നന്നായിട്ട് പൂത്ത് നിൽക്കുന്നത് നമുക്ക് ഫുള്ള് പൂത്ത് നിൽക്കുകയാണ്. എല്ലാ കമ്പും പൂത്ത് നിൽക്കുകയാണിത്. അപ്പോൾ ഈ മുളയരി കൊണ്ട് നമുക്ക് കഞ്ഞി വെക്കാം, പായസം ഉണ്ടാക്കാം, അങ്ങനെ പല പരിപാടികൾ ചെയ്യുന്നുണ്ട്. അപ്പം പ്രായമായി നല്ല മൂത്ത് ഒരു 10-25 വർഷം 30 വർഷമൊക്കെ ഇതിന് ആയുസ് ഉണ്ടാവും അല്ലേ? 30 വർഷമൊക്കെ മിനിമം വേണമെന്നാണ് കേട്ടിട്ടുള്ളത്. ഏതാണ്ട് ആ 30 വർഷക്കാലമൊക്കെ കൃത്യമായിട്ട് അറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക. അപ്പം അങ്ങനെ ഒരു മുളയുടെ ജീവിതം പൂക്കുന്നതോടുകൂടി തീരുകയാണ്. ആ ഒരു കാഴ്ച നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയായിരുന്നു. അപ്പോൾ ഹാരിസ്, നമ്മൾ കാടിനെ പറ്റിയും ഹാരിസിൻ്റെ വനയാത്രകളെ പറ്റിയും ഒക്കെ നമ്മൾ വളരെയധികം കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ വനയാത്രയും ഹാരിസിൻ്റെ വനയാത്രയുടെ അനുഭവങ്ങളും ഒക്കെ എൻ്റെ ഈ ചാനലിലൂടെ ഷെയർ ചെയ്തതിന് ഹാരിസിനോട് വളരെയധികം നന്ദിയുണ്ട്. അങ്ങനെ ബന്ദിപ്പൂരിൽ നിന്നും തുടങ്ങിയ നമ്മുടെ യാത്ര ബന്ദിപ്പൂർ, മുതുമല, ഗൂഡല്ലൂർ, നാടുകാണി ചുരം വഴി വഴിക്കടവിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പറയണം. നമുക്കപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.